ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് മുൻപത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആട്ടോ. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയായിരുന്നു, ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെയിറ്റിംഗ് ആണ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈവനിങ്ങിൽ 4:45 ടൈം. അപ്പോൾ ഞങ്ങൾ അത്രയും സമയം എന്തായാലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ 12:30 ബാംഗ്ലൂരിൽ എത്തിയത്. അപ്പോൾ നമുക്ക് നല്ല ടൈം ഉണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഒത്തിരി ഫ്ലൈറ്റ്സുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും എല്ലാം കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഇരുന്ന് ഞാൻ എടുത്ത ക്ലിപ്പുകളാണ് ഇതെല്ലാം. അപ്പൊ പല ഫ്ലൈറ്റ്സുകളായിട്ട് വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്കുള്ള അനൗൺസ്മെന്റ് വന്നായിരുന്നു, ഞങ്ങളുടെ ഫ്ലൈറ്റ് 15 മിനിറ്റ് ലേറ്റ് ആണ്. അങ്ങനെ ഞങ്ങളുടെ 4:45 ഫ്ലൈറ്റ് 5 മണിക്കായിരുന്നു. 5 മണിക്കായി ഞങ്ങളുടെ സമയം മാറിയിട്ടോ. എങ്കിലും പെട്ടെന്ന് തന്നെ സമയം നീങ്ങി. അങ്ങനെ ഞങ്ങള് ക്യൂവിൽ വന്ന് നിൽക്കണം, ഞങ്ങൾക്കുള്ള കോൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈമായി. അപ്പൊ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പൊ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷാട്ടോ. ഇനി നമ്മള് കേരളത്തിലേക്ക് എത്താൻ പോണു, കൊച്ചിയിലേക്ക് എത്താൻ പോണെന്നുള്ള ഒരു സന്തോഷമാണ് മനസ്സിൽ. അപ്പോ ടൈം ഇങ്ങനെ നോക്കി ഞങ്ങള് കാത്തിരിക്കാണ് എപ്പോ കൊച്ചിയിൽ എത്തുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചിയിൽ എത്താനും 15 മിനിറ്റ് ലേറ്റ് ആവും. അപ്പൊ 5:45 നമുക്ക് കൊച്ചിയിൽ എത്തേണ്ട ടൈം തന്നിരുന്നത്. പക്ഷെ 6 മണി കഴിയും നമ്മളിനി എത്തുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. കുറച്ച് ദൂരം വരെ നമ്മൾ ഫ്ലൈറ്റ് നല്ലപോലെ മുകളിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ചെറുതായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ തോടുകളും പുഴയും വെള്ളവും അതുപോലെ തന്നെ ബിൽഡിങ്ങും ഒക്കെ ഇങ്ങനെ കൊച്ചു പൊട്ടു പോലെ നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും. മുകളിലേക്ക് പോകും തോറും പിന്നെ ഒത്തിരി മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആകെ എന്താ പറയാ, മഞ്ഞ് പോലെ വെള്ള കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം വരെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ വിൻഡോയിൽ കൂടെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ചേട്ടനെടുത്ത വീഡിയോ ക്ലിപ്പാണിത്. അപ്പൊ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അധികം വൈകാതെ തന്നെ ഞങ്ങള് കൊച്ചി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യണം കേട്ടോ. ബാംഗ്ലൂർ ടു കൊച്ചി ഞങ്ങൾക്ക് 1 hour എടുക്കുന്നുള്ളൂ എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ വീഡിയോ ഞാൻ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് എന്താ പറയാ കോപ്പറേറ്റ് ചെയ്യുക. കാരണം ഞങ്ങൾ നാട്ടിലെത്തി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയ കറക്കങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. ചേട്ടൻ്റെ വീട്ടിലേക്കും പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം വൈകി പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളിത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ടൈമായി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടാനുള്ള ഒരു ബെൽറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ കിട്ടി, അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. 5 മണിക്ക് ഭയങ്കര ഹാപ്പിയാണ്. വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വേഗം ഗ്രേസിനെ എടുക്കണം, സ്റ്റീവിനെ എടുക്കണം, എല്ലാവരെയും കാണാൻ പറ്റും, അമ്മമ്മേനെയും അച്ചാച്ചനെയും ആന്റിനെയും ഒക്കെ കാണാമെന്ന് പറഞ്ഞു ഭയങ്കര വെയിറ്റിങ്ങിൽ ത്രില്ലിലാട്ടോ അഞ്ചു. ഓരോ പെട്ടികൾ വരുമ്പോഴും നമ്മുടെ പെട്ടിയാണോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി നേരം കാത്തുകേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ഇപ്രാവശ്യം വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടി. ഞങ്ങളിങ്ങനെ കുറച്ച് സമയം നോക്കി നിന്നപ്പോഴേക്കും ഞങ്ങളുടെ പെട്ടികൾ വരുന്നത് കണ്ടു. അപ്പോൾ പെട്ടിയും വന്നു. പക്ഷെ ബാഗ് വരാൻ അല്പം താമസിച്ചു. ബാഗ് ഏറ്റവും ലാസ്റ്റാണ് വന്നത്. നമ്മൾ ബാഗ് കൊടുത്തത് ലാസ്റ്റ് തന്നെയായിരുന്നു. നമുക്ക് ലഗേജ് കുറവുണ്ടെന്ന് കണ്ടപ്പോൾ അവർ വെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബാഗ് കൊടുത്തത്. അതുപോലെ തന്നെ ബാഗ് നമുക്ക് കിട്ടാനും അല്പം താമസിച്ചു. സൂട്ട് കേസ് 2 വേഗത്തിൽ തന്നെ കിട്ടിയിട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടി. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച് അറിയിച്ചായിരുന്നു കേട്ടോ ആങ്ങളേനെ. അപ്പൊ അങ്ങനെ ആങ്ങളെയും നാത്തൂന് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജുമായിട്ട് പുറത്തെത്തിയപ്പോഴേക്കും തന്നെ അവരും എത്തിക്കഴിഞ്ഞു കേട്ടോ.
സണ്ണി വീഡിയോ ഒക്കെ എത്തിയിട്ടോ. ഞങ്ങളിവിടെ വന്ന് എത്തിയപ്പോഴേക്ക് ഇതേ പറന്ന് എത്തിക്കഴിഞ്ഞു രണ്ടുപേരും. വണ്ടിയുടെ വണ്ടി. താങ്ക് യു താങ്ക് യു താങ്ക് യു സ്വാഗതം. താങ്ക് യു കൊച്ചുങ്ങളെവിടെ? അങ്ങനെ ഞങ്ങള് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ നടക്കാണ് കേട്ടോ. ഞങ്ങളുടെ ലഗേജൊക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന്റെ അടുത്തേക്കായിട്ട് ഞങ്ങൾ ഇതാ നടന്ന് നീങ്ങണം. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടീച്ചറും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ, ടീച്ചറുടെ ഹസ്ബൻഡും മോനൊക്കെ എത്താനായിട്ട്. അപ്പൊ ഞാൻ സണ്ണീനെയും മിടുവിനെയും ഒക്കെ ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞേപ്പിക്കും തന്നെ ടീച്ചറുടെ ഹസ്ബൻഡും മോനൊക്കെ എത്തി. അപ്പൊ അങ്ങനെ ടീച്ചറെ അവിടെ ആക്കി ഞങ്ങളിതാ വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങണം കേട്ടോ. അപ്പൊ വണ്ടിയുടെ അടുത്തേക്ക് നടന്നെത്തിയ സമയത്ത് ഞങ്ങളിതാ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനും ആങ്ങളെയും കൂടെ ഞങ്ങളുടെ ലഗേജൊക്കെ ഡിക്കിയിലേക്ക് എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ അമ്മയുടെ അടുത്തേക്ക് എത്തണം. അമ്മയായാലും ദിവസങ്ങളും മണിക്കൂറുകളും ഒക്കെ എണ്ണി കാത്തിരിക്കുകയാണ്. ഞങ്ങളായാലും അങ്ങനെ തന്നെയാണ് അമ്മേനെ കാണാനായിട്ട്. കുറച്ച് ദിവസങ്ങളായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എത്രയും വേഗം അമ്മയുടെ അടുത്തേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അനീത്തി ഫാമിലിയും ഞങ്ങളുടെ ഒപ്പം തന്നെ ജോയിൻ ചെയ്തായിരുന്നു. അവരുടെ വണ്ടിയും ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീടിൻ്റെ പടിക്ക് എത്തി. അപ്പോൾ ലഗേജൊക്കെ ഡിക്കിയിൽ നിന്ന് എടുത്ത് ഇറക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായിപ്പിക്കുന്നതിന് ഒരു 7:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 7:30 കഴിഞ്ഞ സമയത്ത് നല്ല ഇരുട്ടായ സമയത്താണ് ഞങ്ങൾ എത്തിയേക്കണേ. അപ്പോൾ നമുക്ക് എത്രയും വേഗത്തിൽ വീട്ടിലേക്ക് നടക്കാം. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ മൊബൈലിൽ ടോർച്ചൊക്കെ തെളിച്ചിട്ടാണ് ഞങ്ങൾ ലഗേജൊക്കെ ഇറക്കി വെക്കുന്നത്. അപ്പോഴേക്കും അനിയൻ ഫാമിലി അവരും വണ്ടി പാർക്ക് ചെയ്തത് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് നടക്കണം കേട്ടോ. ഞാനും അനിയത്തിയും പയ്യെ നടന്ന് വന്നേപ്പിക്കുന്ന ആങ്ങളെയും അതുപോലെ ചേട്ടനും അനിയനും എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് ഓൾറെഡി വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയായിരുന്നു. അപ്പോൾ അവരാദ്യം എത്തി, ഞങ്ങൾ പുറകിക്കോടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോവാം. അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മേനെ കാണാനായിട്ട് പോകാം. വീട്ടിൽ വന്ന് കയറി. അപ്പോൾ എനിക്ക് ഫാമിലി അവരും വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ അമ്മേനെ കാണാൻ പോകട്ടോ. ബാഗൊക്കെ വയ്ക്കട്ടെ. ഹലോ ഹായ്. അവരൊന്നും വന്നപ്പോ ഈ സ്നേഹം കാണില്ലല്ലോ. ഇത്ര നേരം 5 രൂപ വന്നപ്പോ അല്ലട്ടോ ഈ സ്നേഹം കണ്ടില്ല. പിന്നെ അങ്ങനെ അമ്മയുടെ അടുത്തെത്തി. അമ്മോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ചിരിയും കളിയും വർത്താനങ്ങളൊക്കെ ആയി. അമ്മയ്ക്ക് പറഞ്ഞാൽ തീരാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെയല്ല എല്ലാ അമ്മമാരും കുറച്ച് ദിവസമൊക്കെ എത്തി മക്കളെ കാണുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം അമ്മയും പ്രകടിപ്പിച്ചു എന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ നീങ്ങിപ്പിക്കുന്ന ചേട്ടനും അനിയനും കൂടെ ഒരുമിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് അവരും വർത്താനം പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗ്രേസ് മോളും സ്റ്റീവ് ബേബിയൊക്കെ എത്തിയിട്ടോ. അവരെ മിടുവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് അവർ എയർപോർട്ടിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർ പോയി കൊണ്ടുവന്നായിരുന്നു മക്കളെ രണ്ടുപേരെയും. അപ്പോൾ അവരാണെങ്കിൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ സ്റ്റീവ് ബേബി അത്ര വേഗത്തിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. അവന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഗ്രേസിന് നന്നായിട്ട് അറിയാതുകൊണ്ട് ഗ്രേസും അഞ്ജലി ഇവിടെ നല്ല പൊരിഞ്ഞ കളിയാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഫ്രഷായി ഈ നേരം വരുന്ന വർത്താനമൊക്കെ പറയായിരുന്നു. വർത്താനമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അടുത്ത വർത്താനത്തിലിരിക്കും. ഇന്ന് എപ്പോഴാണ് കിടക്കാമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇവിടുത്തെ അനിയത്തിയുടെ മോളും അതുപോലെ സ്റ്റീവ് ബേബിയും കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും കുറേ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.